നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. പോളിംഗ് കുറവിൽ നെഞ്ചിടിപ്പോടെ മുന്നണികൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സംസ്ഥാനത്തെ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ മുന്നണികൾക്ക് ആശങ്ക. ജയപ്രതീക്ഷ പങ്കുവെക്കുമ്പോഴും മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകളിൽ സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചെടുപ്പുണ്ട്. സംസ്ഥാനത്ത് 71.16% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവന്ന കണക്ക്. 2019 രേഖപ്പെടുത്തിയതിനേക്കാൾ 6% വോട്ട് കുറവാണിത്. ഞങ്ങൾക്ക് നല്ല വിജയ പ്രതീക്ഷയാണ്. 20 സീറ്റും കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ജനങ്ങൾ വളരെ ആവേശം പ്രകടമായിരുന്നു, വളരെ വലിയ ആവേശം പ്രകടമായിരുന്നു. ഒരിക്കലും ബാധിക്കില്ല. ഇനിയിപ്പോൾ 80 വയസ്സ് കഴിഞ്ഞവരുടെ ധാരാളം വോട്ട് വരാനുണ്ട്, പോസ്റ്റിലോട്ട് വരാനുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും വർദ്ധിക്കും. ഒരു ആശങ്കയില്ല. കാരണം ഞങ്ങൾ ബൂത്തുകളിൽ നിന്നുള്ള ഒരു വോട്ട് ചെയ്യുമ്പോൾ ടിക്കുകയല്ലോ. ഞങ്ങളുടെ വോട്ടുകളൊക്കെ നേരത്തെ എണ്ണി തിട്ടപ്പെടുത്തി പോളിംഗ് സ്ക്വാഡുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പം അതിൽ ഒരു 90% വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് നല്ല വിജയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50,000 അടുത്ത വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവർ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, സഹ സ്ഥാനാർത്ഥികളുടെ അല്ലെ. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ. ഒരു സംശയവുമില്ല, ഞങ്ങൾ എല്ലാവരുടെയും പോയി നോക്കിയപ്പോൾ ഒരു കംഫർട്ടബിൾ വിജയമായിരിക്കും. അതിനെക്കുറിച്ച് ഞങ്ങൾക്കും സംശയമില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളെ പോലെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർ ഈ മണ്ഡലം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ച ആൾക്കാർക്കും ഒരു സംശയവുമില്ല ഇതായിരിക്കും ഔട്ട്കം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചിന്തയില്ലാതെയാണ് ഞാൻ ഇറങ്ങുന്നത്. ബാക്കി ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, 2ാമത് സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം ഉണ്ടാകും രണ്ടാളുടെ ഇടയിൽ. കേരളത്തിൽ മാത്രമല്ല, പക്ഷേ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളും കൂടി ഞങ്ങൾ കേൾക്കുന്ന വാർത്ത ഞങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. വെരി പോസിറ്റീവ് ന്യൂസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത്രത്തോളം ആത്മാർത്ഥതയോടെ ഈ സാധ്യത, ഭരണം മാറ്റാൻ കൊണ്ടുവരുന്ന സാധ്യത ശരിക്ക് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ആ സ്പിരിറ്റിലാണ് ഞാനിപ്പോൾ നമ്മളുടെ തിരുവനന്തപുരം ഇപ്പോൾ തൽക്കാലത്ത് വിട്ടുപോകുന്നത്. പ്രാഥമിക വിലയിരുത്തലിൽ നമ്മൾ നല്ല ഭൂരിപക്ഷം ജയിക്കുന്നതാണ്. ആ വോട്ടിംഗ് കുറഞ്ഞ ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും. കാരണം 5% ടോട്ടൽ വോട്ടിൽ 5% കുറവുന്നുണ്ട്. ഇവിടുത്തെ മതേതര ജനവിഭാഗം എന്ന് ഞാൻ പറയുള്ളൂ. ഏതെങ്കിലും ന്യൂനപക്ഷം എന്നൊന്നും ഞാൻ പറയേണ്ട, അങ്ങനെയല്ല പറയേണ്ടത്. മതേതര വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട്. അവരാണല്ലോ ഈ പറയുന്ന മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവർ. ആ വോട്ടുകളൊന്നും കോൺഗ്രസ് പ്രാവശ്യം കഴിഞ്ഞാലും കിട്ടിയ പോലെ കിട്ടില്ല. 2019 കിട്ടിയ വോട്ട് കിട്ടില്ല. അവർക്ക് വിശ്വാസ്യത ഇല്ലെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു, കാലിൻ്റെ അടിയിൽ മണ്ണ് ചോർന്നു പോകുമ്പോൾ ഞങ്ങളുടെ മേത്ത് തുപ്പിയിട്ട് കാര്യമില്ല, ഇടതുപക്ഷത്തിൻ്റെ മേലിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് കാര്യമില്ല. വയനാട്ടിൽ 3 കള്ളവോട്ട് നടന്നെന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം തുടങ്ങി. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വ്യാപക ക്രമക്കേട് നടന്നെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. പയ്യന്നൂരും കല്യാശ്ശേരിയിലും 10 മടങ്ങ് ആവേശമാണ് അവർ കാണിച്ചത്, ബൂത്ത് പിടിച്ചെടുക്കാൻ, കള്ളവോട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ പ്രസൻസിൽ കള്ളവോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത്. അപ്പം കള്ളവോട്ട് പയ്യന്നൂർ ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത്, സ്ഥാനാർത്ഥി എന്നല്ലേ ഞാൻ ഇന്നലെ 7 അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ 2 മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, കയ്യന്നൂരും കല്യാശ്ശേരിയും. എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയും ആവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളവോട്ടാണ്, ബൂത്ത് പിടിച്ചെടുക്കലാണ്. അത് വ്യാപകമായി നടന്നിട്ടുണ്ട്. ജയരാജനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ശരിയല്ല. കാരണം അദ്ദേഹം ജാവ്ദേക്കറെ കണ്ടത്
കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ എത്രയും ഒരു നല്ല കാര്യത്തിനല്ലേ പോയത്? MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. പ്രതീക്ഷ, ബൂത്തുകളിൽ നിന്നൊക്കെയുള്ള കണക്കുകൾ പ്രാഥമികമായി വിലയിരുത്തിയ ശേഷമാണ് ഇന്ന് നേതാക്കളുടെ പ്രതികരണം വരുന്നത്. ഈ ചൂട് കൂടിയതും ഒപ്പം വോട്ടിംഗ് മെഷീൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്നതിലെ താമസവും ഒക്കെയാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്ന് പല നിരീക്ഷണങ്ങളുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്ന ചില അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം ഈ നേതാക്കളുടെ പ്രതികരണത്തിലില്ലേ? തീർച്ചയായും ഗോകുൽ, കാരണം വിജയപ്രതീക്ഷകൾ ഓരോ സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുമ്പോഴും ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് രാഷ്ട്രീയ നേതൃത്വത്തിൽ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഓരോ മണ്ഡലങ്ങളിലും ലഭിക്കേണ്ട വോട്ടുകൾ എല്ലാം തന്നെ ഓരോ സ്ഥാനാർത്ഥികളും കണക്ക് കൂട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനവിധിയെ ഓരോ സ്ഥാനാർത്ഥികളും പാർട്ടികളും നേരിട്ടത്. പക്ഷേ പ്രതീക്ഷിച്ച ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് സംസ്ഥാനം എത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം പുറത്തുവരുന്ന കണക്ക് പ്രകാരം 71.16% കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. ഇനി വീട്ടിലെ വോട്ടും തപാൽ വോട്ടും മാത്രമാണ് പരിഗണിക്കാനുള്ളത്. ഈ കണക്ക് കൂടി ചേർത്താൽ പോലും ഒരു 73% ആകെ പോളിംഗ് എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 2019 77% മുകളിൽ സംസ്ഥാനത്ത് പോളിംഗ് എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലം ഈ പോളിംഗ് ശതമാനം തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക മുന്നണികൾക്ക് ഉണ്ട്. കൃത്യമായി ഓരോ മുന്നണികൾക്കും മേൽക്കൈയുള്ള മണ്ഡലങ്ങളിലടക്കം അവർ വിചാരിച്ചത്ര ഒരു പോളിംഗ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ എത്രത്തോളം ബാധിക്കുമെന്നതാണ് പ്രധാനമായും ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ തിരഞ്ഞെടുപ്പ് മെഷീനുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ്. അത് ഈ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുത്താൻ കാരണമായി എന്ന് ഈ സ്ഥാനാർത്ഥികളും പാർട്ടികളും ആരോപിക്കുന്നുണ്ട്. ഈ വലിയ പ്രവൃത്തി പരിചയമില്ലാത്ത തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതും ഈ പോളിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയെന്നുള്ളൊരു ആരോപണം ഉയരുന്നു. മറ്റൊന്ന്, ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഇത് കാരണം ഈ പല ബൂത്തുകളിലും അല്ലെങ്കിൽ പലയിടങ്ങളിലും ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ നേതൃത്വം അടക്കം പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന കാര്യം. കാരണം ഈ വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതായിരുന്നു. ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായ ഒരു കണക്ക് തന്നെ നോക്കുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഈ വടകര ബൂത്തിൽ മാത്രമാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ 95% ബൂത്തുകളിലും പോളിംഗ് പൂർത്തിയായി എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് പറഞ്ഞ കാര്യം. വടകരയിലെ 8 ബൂത്തുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം തള്ളുമ്പോഴും ഈ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെയാണ്. കൃത്യമായിട്ടുള്ളൊരു വിശകലനങ്ങൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. എന്തായാലും 1.5 മാസത്തോളം നീണ്ട ഒരു പ്രചരണ കാലമായിരുന്നു. വലിയ തരത്തിലൊരു പ്രചാരണം എല്ലാ മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള വലിയ ക്യാമ്പയിനുകൾ നടന്നിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് പോളിംഗ് ശതമാനം സംസ്ഥാനത്ത് കുറഞ്ഞു എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. ശ്രീ പ്രതീക്ഷ, ഏതായാലും 1.5 മാസത്തോളം നീണ്ട വലിയ പ്രചാരണങ്ങൾക്കൊടുവിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് അത് മുന്നണികൾക്ക് ആശങ്കയാവുന്നുണ്ട്. പ്രതീക്ഷിച്ച തരത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിപ്പെട്ടില്ല. പല ബൂത്തുകളിലും ശക്തി കേന്ദ്രങ്ങളിലടക്കം എല്ലാ മുന്നണികൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരുപോലെ അതിൽ ആശങ്കയുണ്ട് എന്നതാണ് മുന്നണികളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തൃശൂർ ചാലക്കുടിയിൽ വൻ അഗ്നിബാധ. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ നഗരസഭയുടെ പ്ലാസ്റ്റിക് ശേഖരത്തിലാണ് തീ പിടിച്ചത്. അഗ്നിരക്ഷാസേനയുടെ വിവിധ യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വിവിധ സ്ഥാപനങ്ങളുടെയും വീടുകളിലെയൊക്കെ മാലിന്യങ്ങൾ സംഭരിക്കുന്ന MCFനോട് സമീപത്തുള്ള സ്റ്റോക്കിനാണ് ഇപ്പോൾ തീ പിടിച്ചിട്ടുള്ളത്. കടുത്ത ചൂടിനെ തുടർന്നിട്ടായിരിക്കണം ഏതെങ്കിലും കാരണവശാൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. 4-5 പേര് ഇവിടെ ഇത് കളക്ഷനുകൾ തരംതിരിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത് കയറ്റി കൊണ്ടുപോകാനുള്ള ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസിയുടെ ആളുകളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സെന്റർ ഭാഗത്തു നിന്നാണ് തീ കത്തിയത്. ചിലപ്പം സൂര്യതാപം ആ ചൂടിന്റെ ആയിരിക്കാം, അല്ലാണ്ട് അങ്ങനെ ആരും വന്നിട്ടതൊന്നല്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ 10-12 പേരോളം ഉണ്ടായിരുന്നു. ഫ്രണ്ടിലത്തെ ഷട്ടർ തുറന്നിട്ട കാരണം ഞങ്ങളെല്ലാവരും കൂടി ഓടി രക്ഷപ്പെട്ടു.
തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചാലക്കുടിയിലാണ് വൻ അഗ്നിബാധ. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ നഗരസഭയുടെ പ്ലാസ്റ്റിക് ശേഖരത്തിലാണ് തീ പിടിച്ചത്. സൂരജ്, തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ടോ? ഗൂഗിൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് ഉൾപ്പെടെ യൂണിറ്റുകൾ എത്തിച്ച് നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ജീവനക്കാരുടെ ശ്രദ്ധയിലാണ് ഈ കാര്യം ആദ്യം പെടുന്നത്. ഈ പ്ലാസ്റ്റിക്കിന് നടുവിൽ തീ പിടിക്കുകയായിരുന്നു. തുടർന്ന് ജീവനക്കാരെല്ലാവരും തന്നെ അവിടെ നിന്ന് ഓടി മാറുകയും ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഏറെ നേരം, അതായത് ചാലക്കുടിയിൽ നിന്നും സമീപ പ്രദേശത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിച്ച് ഏറെ നേരം നടത്തിയ ദൗത്യത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. എന്തായാലും ഇതിന് സമീപത്ത് തന്നെ നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയം എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വലിയ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ നിയന്ത്രിക്കാനായത്. ഗൂഗിൾ. ശരി, ചാലക്കുടിയിൽ നഗരസഭയുടെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നിടത്താണ് തീപിടുത്തമുണ്ടായത്. ഏതായാലും സംയോജിതമായ ഇടപെടലിൽ ആർക്കും പരിക്കുകളില്ല. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ, ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരൊക്കെ പെട്ടെന്ന് പുറത്തെത്തുന്നു. ഫയർഫോഴ്സിന്റെ ഇടപെടലിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെന്നതാണ് സൂരജ് നൽകുന്ന വിവരം. വടകരയിൽ വോട്ടിംഗ് വൈകിയതിന് പിന്നിൽ അട്ടിമറി ആരോപണവുമായി കോൺഗ്രസ്. UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവ്വം വോട്ടെടുപ്പ് വൈകിപ്പിച്ചെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറി നടന്നു എന്ന് ഇലക്ഷൻ കമ്മിറ്റി പരിശോധിക്കുന്നുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. കോഴിക്കോടും വടകരയിലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. പല വഴിയിലൂടെയും തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ LDF ശ്രമം നടന്നെങ്കിലും ഒന്നും വിലപ്പോയില്ല. UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ കോഴിക്കോട് മണ്ഡലം ലഭിക്കാൻ പോകുന്നത്. ഇത്തവണ 1,00,000 വോട്ട് കടക്കും UDFന്റെ ഭൂരിപക്ഷം. ഷാഫി പറമ്പിൽ ലഭിക്കാൻ പോകുന്നത് UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ 7 MK രാഘവൻ മുന്നേറും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങൾ ജയിക്കുമെന്ന് മാത്രമേ പറയുന്നത്, ഭൂരിപക്ഷം 1,00,000 വോട്ടായിരിക്കും. ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. UDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള അട്ടിമറി സാധ്യതകൾ, ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി പരിശോധിച്ച ശേഷം അതിലൊരു ക്ലാരിറ്റി വരുത്തി പറയും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ഒരു ബൂത്തിൽ മിനിമം 10 കള്ളവോട്ട് ചെയ്യാനാണ് CPIM ലക്ഷ്യം വെച്ചതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാക്കിയ ഒരു ഇലക്ഷനായിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ. സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു ഇലക്ഷനായിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷനറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. CPMന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ കൊടുത്ത ടാർഗറ്റ് ഇരട്ട വോട്ടുകൾ ഒരു ബൂത്തിൽ മിനിമം 10 വോട്ടുകൾ വെച്ച് ഇരട്ട വോട്ടുകൾ ചെയ്യണമെന്നാണ് ടാർഗറ്റ്. 3 മണിക്ക് ശേഷം ബൂത്തുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് പോളിംഗ് വൈകാനിടയാക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കി. വൈകുന്നേരം 6 മണി 6:30 പോളിംഗ് കഴിഞ്ഞു. ബാക്കി ബൂത്ത്സ് ബൈ 8-9 ഇറ്റ് വാസ് ഓവർ. ജസ്റ്റ് ദീസ് വടകരൻ്റെ 8 ബൂത്തുകൾ മാത്രമേ ആയിരുന്നു കുറച്ച് ഇഷ്യൂസ്. 3 മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ ഒത്തിരി ആൾക്കാർ, ഒരു വലിയ ഒരു നമ്പർ വോട്ടേഴ്സ് വന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അതൊന്ന്. രണ്ടാമത്തെ, ഈ വോട്ടിംഗ് മെഷീനിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അനലൈസ് ചെയ്തു. കഴിഞ്ഞ ഇലക്ഷൻ ആവറേജ് ഒരു 5% ആയിരുന്നു ഫെയിലിയർ റേറ്റ്. ഈ പ്രാവശ്യം VVPAT ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിൻ്റെ 0.44% ആണ് ഫെയിലിയർ റേറ്റ്. VVPATൻ്റെ 2.1% ആണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യം മെഷീൻസ് ഹാവ് പെർഫോംഡ് മച്ച് ബെറ്റർ ദാൻ ലാസ്റ്റ് ടൈം. നോക്കാം. എന്തായാലും വിൽ ബി എക്സാമിനിങ് അതെങ്ങനെ എന്ത് സംഭവിച്ചു, വെദർ അറേഞ്ച്മെന്റ്സിന്റെ കുറവായിരുന്നു, വാട്ട് ഹാപ്പൻ, എന്തായാലും നോക്കാൻ പോകുന്നു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഈ പോളിംഗ് വൈകിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന ആരോപണം ഉയർത്തുമ്പോൾ പോലും കോഴിക്കോടും വടകരയിലും റെക്കോർഡ് ഭൂരിപക്ഷമെന്ന അവകാശവാദവും പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ നേതാക്കൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലൊരു അസ്വാഭാവികതയും ഇത് സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും ഈ വോട്ടിംഗ് വൈകിയ ഇടങ്ങൾ അത് UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണോ? അത്തരത്തിലൊരു ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ?
ഗോകുൽ, കഴിഞ്ഞ തവണ 82% ഇത്തവണ 77% വടകരയിലെ പോളിംഗ്. ഏതാണ്ട് 5% കുറവ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ അട്ടിമറിയുണ്ടെന്ന ആരോപണം, അട്ടിമറിയുണ്ടെന്ന സംശയത്തിലാണ് ഇപ്പോൾ UDF ഉള്ളത്. പ്രത്യേകിച്ച് UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ നാദാപുരം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ മനഃപൂർവ്വം വോട്ടിംഗ് താമസിപ്പിച്ചുകൊണ്ട് ഈ പോളിംഗ് ശതമാനം കുറയ്ക്കാനായുള്ള ശ്രമം നടന്നുവെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ UDF ഇപ്പോൾ സംശയിക്കുന്നത്. ഇന്ന് രാവിലെ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വടകരയിലെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ഒരു സംശയം മുന്നോട്ട് വെച്ചു. ഉദ്യോഗസ്ഥരുടെ ഇടപെടലും ഇതിലുണ്ടായി എന്ന സംശയത്തിലാണ് ഇപ്പോൾ UDF ഉള്ളത്. ഉടൻ തന്നെ UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേരും. ഈ യോഗത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യും. ആ ചർച്ചയിൽ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് നിലവിൽ UDFന്റെ തീരുമാനം. ഇന്നലെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഏതാണ്ട് 10-ലധികം ബൂത്തുകളിൽ നമ്മൾ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ 7 മണി മുതൽ രാത്രി 11:45 വരെ ഈ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട തിരക്കുണ്ടായിരുന്നു. 11:43 അവസാനമായി വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഒരാൾ വോട്ട് ചെയ്തത്. ഈ വലിയ തിരക്ക് ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷേ എത്തുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് വോട്ട് ചെയ്ത് തിരിച്ചു പോകാൻ കഴിയാത്തതാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള ക്യൂവിലേക്ക് എത്തിച്ചത്. എന്താണെങ്കിലും ഇതിൽ യന്ത്രങ്ങളുടെ പ്രശ്നമാണോ അതോ ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണെങ്കിലും UDF ഇതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് LDFന്റെ വടകരയിലെ സ്ഥാനാർത്ഥി ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ KK ശൈലജ വടകരയിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തും. LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം അല്പസമയത്തിനുള്ളിൽ ചേരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം കുറഞ്ഞതും ഈ UDFന്റെ ആരോപണങ്ങളും ഉൾപ്പെടെ ഇന്ന് ചേരുന്ന വടകരയിലെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ KK ശൈലജയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞാലും LDFും UDFും ഉൾപ്പെടെയുള്ള മുഴുവൻ മുന്നണികളും വടകരയിൽ വിജയപ്രതീക്ഷയിലാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞാലും തങ്ങൾക്ക് വീഴേണ്ട വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് LDFും UDFും വടകരയിലുള്ളത്. ഗോകുൽ. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വടകരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ആരോപണങ്ങൾ തുടരുകയാണ്. വോട്ടിംഗ് വൈകിയതുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസ് അത് ഒരുപക്ഷെ ഈ വിലയിരുത്തലുകൾക്ക് ശേഷം പരാതിയിലേക്ക് അടക്കം കടക്കുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. വാർത്താ സമ്മേളനത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ BJP നേതാവ് ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. തെളിവ് നൽകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. CMRL ഉടമ ശശിധരൻ കർത്ത സുഹൃത്താണെന്ന തെറ്റായ ആരോപണവും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. ദീപക് ധർമ്മടമുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ദീപക്, ഇന്നലെ തന്നെ ഗോപാലൻ ഇക്കാര്യത്തിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. എന്താണ് ഈ കേസിന്റെ വിശദാംശം? ഗോകുൽ, സംസ്ഥാനത്തെ പ്രമുഖ മലയാളി വ്യവസായി, അതായത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മലയാളി വ്യവസായിയായ ഗോകുലം ഗോപാലിനെതിരെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളായിരുന്നു BJPയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ഉന്നയിക്കുകയായിരുന്നു. ചാനലിന്റെ പേര് 24 ചാനലിന്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യത്തെ ആരോപണം. പിന്നീട് ഗോകുലം ഗോപാലിന്റെ പേര് പരസ്യമായി പറഞ്ഞുകൊണ്ട് ആരോപണം. കരിമണൽ കർത്തയ്ക്കെതിരായ പ്രസംഗം ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഗോകുലം ഗോപാലൻ ഇടനിലക്കാരെ വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണമായിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ ഗോകുലം ഗോപാലൻ ഇക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു, തന്റെ ധാർമ്മികതയും മര്യാദയും ശോഭയ്ക്ക് മറുപടി നൽകാൻ അനുവദിക്കുന്നില്ല, പക്ഷേ നിയമപരമായ നടപടിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വക്കീൽ നോട്ടീസ്. അല്ലാത്ത പക്ഷം ക്രിമിനലും സിവിലുമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെറ്റായ കള്ളത്തരം തനിക്കെതിരെ അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അധിക്ഷേപിച്ചു, സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നോട്ടീസിൽ വിവരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഗോകുലം ഗോപാലൻ പറഞ്ഞത് തന്നെയാണ്. കാരണം ശശിധരൻ കർത്തയെ നേരിട്ടോ അല്ലാതെയോ ഗോകുലം ഗോപാലിന് യാതൊരു പരിചയവുമില്ല. ശശിധരൻ കർത്തയുടെ ഒരു മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യവസായ പ്രമുഖരെയും രാഷ്ട്രീയ പ്രമുഖരെയും വിളിച്ചിരുന്നു. എന്നാൽ ആ പരിപാടിയിൽ പോലും താനൊരു അതിഥിയായിരുന്നില്ല, ക്ഷണിക്കപ്പെട്ടിട്ടില്ല, പങ്കെടുത്തിട്ടില്ല. അങ്ങനെയുള്ള അറിയാത്ത
അറിയാത്തൊരാളെ താൻ അയാളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു, അയാൾക്ക് വേണ്ടി സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് മറ്റാരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടിയോ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടിയോ ആണെങ്കിൽ അത് നടന്നോട്ടെ. പക്ഷേ തന്റെ പേരിൽ ഈ രീതിയിൽ ആരോപണം പറയുന്നത് ശരിയല്ല. ഈ നോട്ടീസിൽ പ്രധാനമായി പറയുന്നത് പരസ്യമായി തന്നെ ഈ കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നാൽ അത്തരത്തിൽ ഒരു തെളിവും നൽകാനില്ല. അതുകൊണ്ട് ഇത് ഗൂഢാലോചനയും അധിക്ഷേപകരമായി വിശ്വാസ്യത തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിമിനലായും സിവിലായ നടപടികളിലേക്ക് കടക്കും. 10 കോടി നഷ്ടപരിഹാരം ഒരാഴ്ചക്കകം 7 ദിവസത്തിനകം എന്റെ കക്ഷിക്ക് നേരിട്ട മാനസികമായ ദുഃഖത്തിന് നഷ്ടപരിഹാരമായി 10 കോടി രൂപ നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗൂഗിൾ. ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശോഭാ സുരേന്ദ്രന്റെ തെറ്റായ ആരോപണങ്ങൾക്കെതിരെയാണ് ഗോകുലം ഗോപാലൻ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. പാലക്കാട് കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. വടക്കഞ്ചേരി കണക്കൻതുരുത്തി ചക്കുണ്ട് ഉഷയ്ക്കാണ് പരിക്കേറ്റത്. ജോലിക്ക് പോകുന്നതിനിടെ ഇന്ന് രാവിലെയാണ് പന്നിയുടെ കുത്തേറ്റത്. കാലിന് പരിക്കേറ്റ് ഇവർ വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ അവിടെ 2 അടി റോട്ടിൽ നിന്ന് 2-3 അടി അങ്ങോട്ട് വെച്ചുള്ളൂ. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഒരു പന്നി ഓടി വന്ന് എൻ്റെ മേത്തോട്ട് കയറുമായിരുന്നു. എന്നിട്ട് എന്നെ ഉരുട്ടിയിട്ട് ഇടിക്കുകയായിരുന്നു. എന്നിട്ട് എൻ്റെ കാലിലൊക്കെ 2 കാലിലൊക്കെ കുത്തി. ഞാൻ അത് ബാക്കോട്ട് ഇത്തിരി ആയപ്പോൾ ഞാൻ എണിച്ച് ഓടി. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, ഇത് സ്ഥിരമായി ഈ വന്യമൃഗശല്യമുള്ള ഒരു പ്രദേശമാണോ? ഗോകുൽ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ നിന്ന് വടക്കഞ്ചേരി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്യജീവികളുടെ പ്രത്യേകിച്ച് കാട്ടുപന്നിയുടെ ആക്രമണം വളരെ രൂക്ഷമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നിപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് വടക്കഞ്ചേരി കണക്കൻതുരുത്തി സ്വദേശിനി 48 വയസ്സുള്ള ഉഷ എന്ന വനിതയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. 6:45 ഇവർ ജോലിക്ക് പോകുമ്പോഴാണ് ഇവർക്ക് നേരെ ഈ പന്നി പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ദേശീയപാതയുടെ കരാർ കമ്പനിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഈ ജോലിക്ക് വേണ്ടി ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഇവരുടെ നേരെ ഈ ഓടി വന്ന പന്നി ഇവരെ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാലിന് പരിക്കേറ്റ ഇവർ ഇപ്പോൾ വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പാലക്കാട് വടക്കഞ്ചേരിയിലാണ് ഇത്തരത്തിൽ പന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റത്. EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച ചർച്ച ചെയ്യാൻ CPIM തിങ്കളാഴ്ച ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. യോഗത്തിൽ EP ജയരാജൻ നേരിട്ട് വിശദീകരണം നൽകും. EP ജയരാജൻ BJPയിൽ പോകുമെന്നത് പച്ച നുണയെന്ന് CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കോൺഗ്രസിൽ നേതൃനിരയിലുള്ളവർ കൂട്ടത്തോടെ BJPയിൽ പോകുന്നത്. അപ്പോൾ ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് KPCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം. കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട നയങ്ങളും നിലപാടുകളും എന്തായിരിക്കണമെന്നുള്ളത് സുവ്യക്തമായി പിണറായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വിഷയം ഇടതുപക്ഷത്തിനെതിരായ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. കരുവന്നൂരിലും ഇവരെ 3-4 പ്രാവശ്യം വിളിച്ചു വരുത്തി ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണി ഉണ്ടാക്കി ഭയപ്പെടുത്തി നിർത്തി. ഈ കടിപ്പിച്ചത് മുറുകെ പിടിക്കുകയായിരുന്നു. CPMൻ്റെ കഴുത്തിന് പിടിക്കുകയായിരുന്നു ആ കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് CPMൻ്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മര്യാദയ്ക്ക് അവർ പറയണത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അതാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഡീലായിരുന്നു. പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. EP ജയരാജൻ മുഖ്യമന്ത്രി അറിയാതെ ഇതൊന്നും ചെയ്യില്ല. BJPയുമായിട്ടൊരു ഡീല്, BJPയുമായിട്ടൊരു സഖ്യം, ഒരു അന്തർധാര CPM ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ BJPയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് ശ്രീ ജയരാജന്റെ ഫ്ളാറ്റിൽ അദ്ദേഹം പോയി കണ്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജാവദേക്കറെ കാണാൻ പറ്റില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീലാണ്. BJPയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പോൾ ജയരാജൻ പ്രതിയായി. ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ BJP ബാന്ധവം CPMന്റെ? എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും? രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും UDFനെയും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ആ കോൺസ്പിറസിയിൽ പ്രധാന പങ്കുവച്ച ആള് മുഖ്യമന്ത്രി തന്നെയാണ്. ജയരാജനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ശരിയല്ല. കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ എത്രയും ഒരു നല്ല കാര്യത്തിനല്ലേ ഇത് പോയത്?
കാര്യം മീനമാസത്തിലെയും മേടമാസത്തിലെയൊക്കെ സൂര്യൻ മനസ്സിലായില്ല ഇത്ര അത്യുഷ്ണം നടക്കുന്നു. അപ്പോൾ ജാവ്ദേക്കറെ പോയി കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അതുകൊണ്ട് അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. പിന്നെ പിണറായി വിജയൻ കഴിഞ്ഞ കുറേ നാളായിട്ട് BJPയിലേക്ക് കോൺഗ്രസ്സുകാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജന്റാണ്. ദേശാഭിമാനി എടുത്ത് വായിച്ചു നോക്ക്, മുഖ്യമന്ത്രി പ്രസംഗം കേട്ടു. EP ജയരാജൻ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാളാണ്. സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടും മുഖ്യമന്ത്രി അറിയാതെയാണ് കണ്ടത് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വളരെ പ്രശസ്തമായ രൂപത്തിൽ അതിദീർഘമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. ഇതുപോലൊരു മേജർ ഡീവിയേഷനിൽപ്പെട്ട ഒരു നേതാവുമായി സംസാരിച്ചു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഉന്നത തലങ്ങൾ അറിയാതെ ഉണ്ടാകുമോ എന്നറിയില്ല. പൽചക്രം കറക്കുന്ന പോലെ കറക്കുകയാണ്. കോൺഗ്രസ് ഈ നാളിനെ അങ്ങോട്ട് തള്ളിവിടാനുള്ള എന്താ മാർഗം എന്നുള്ളത് നോക്കുകയാണ്. വന്ന് അടിയേറ്റല്ലോ, അടി അടുക്കളയിൽ തന്നെ കിട്ടിയല്ലോ, ആ രൂപത്തിൽ നിൽക്കിയല്ലേ. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും സംസ്ഥാന നേതൃത്വം മറുപടി നൽകിയിട്ടുണ്ടെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. They have answered there is nothing more to add. But it is a senior most CC member. That's why we are again here. They have answered there. They have answered there. There is nothing more to add. Sir, there will be any action against CP Jayarajan? തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ പാർട്ടിയുടെ അതൃപ്തി അത്രയും പ്രകടമാക്കുന്നതായിരുന്നു ഇന്നലെ പിണറായി വിജയൻ നടത്തിയ പ്രതികരണം. അതിന് ഒപ്പം നിൽക്കുകയാണ് നേതാക്കൾ എല്ലാവരും. ഇനി നാളത്തെ സെക്രട്ടേറിയറ്റിൽ ഏത് തരത്തിലാവും ചർച്ചകൾ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിലേക്ക് കൂടി ആരോപണത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ആ കൂടിക്കാഴ്ച നടന്നതെന്ന് ശക്തമായി ഉന്നയിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഗോകുൽ, EP ജയരാജൻ ഇന്നലത്തെ പ്രതികരണത്തിൽ സ്വാഭാവികമായും CPIMനുള്ള അതൃപ്തി അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ നടത്തിയ ഈ സംഭവം അതത്ര നിഷ്കളങ്കമല്ല എന്നുള്ളതാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചതിന് സമാനമായിട്ടുള്ള ഒരു നിലപാടാണ് EP ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന അഭിപ്രായമുള്ള നേതാക്കൾ വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുകയും പരസ്യമായി ചില ശാസനകളുടെ ധ്വനി വെച്ചുള്ള വാക്കുകൾ പറയുകയും ചെയ്തു. എന്നാൽ അതിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കരുതെന്ന്, നടപടിയിലേക്ക് പോകണമെന്നുമാണ് CPMലെ ചില ഉന്നത നേതാക്കളോട് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ ടാഗ് ലൈൻ അതടക്കമുള്ള കാര്യങ്ങളെ റദ്ദ് ചെയ്യുന്ന തരത്തിലേക്ക് ഉണ്ടായ ഈ സംഭവത്തിൽ ഘടകകക്ഷികൾക്കും വലിയ തരത്തിൽ അതൃപ്തിയുണ്ട്. ഏതായാലും തിങ്കളാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യമടക്കം വിശദമായി ചർച്ച ചെയ്യും. അതിൽ ഏറ്റവും നിർണായകമാവുക LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജൻ തുടരുമോ, അതല്ല EP ജയരാജൻ തന്നെ സ്ഥാനമൊഴിയുമോ എന്നുള്ള രാഷ്ട്രീയ ആകാംക്ഷ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു ശാസനയിൽ ഇക്കാര്യം CPM സംസ്ഥാന നേതൃത്വം ഒതുക്കുമോ എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസും BJPയും ഇതിനോടകം തന്നെ ഈ വിഷയം വലിയ തരത്തിലുള്ള ആയുധമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് EP ജയരാജന് സകല പിന്തുണയും നൽകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. BJP ആകട്ടെ ഒരു പടി കൂടി കടന്നുകൊണ്ട് CPMൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അതിന്റെ അടക്കം തുടർച്ചയാണ് EP ജയരാജന്റെ കൂടിക്കാഴ്ചയ്ക്ക് കാരണമായതെന്നും വിയോജിപ്പുകൾക്ക് കാരണമായെന്നും BJP നേതാക്കളും പ്രതികരിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം ഇക്കാര്യം CPMനെയും LDFനെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റന്നാൾ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനിക്കണമെന്ന പാർട്ടി ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഗോകുൽ, ശരി ഷഫീദ്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഈ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ KK ശൈലജ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അപ്പം ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബൂത്തുകൾ സന്ദർശിക്കാൻ രാവിലെ മുതൽ പോകുമ്പോൾ തന്നെ ഇത് രാത്രി വളരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തോന്നിയിരുന്നു. അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ROനോടും എല്ലാം പറഞ്ഞിരുന്നു, പോളിംഗ് കുറച്ച് സ്പീഡായിട്ടില്ലെങ്കിൽ എന്തായാലും വൈകുന്നേരം ബുദ്ധിമുട്ടും എന്നുള്ളത് പറഞ്ഞിരുന്നു. വൈകുന്നേരം ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു കൂട്ടർക്കല്ലല്ലോ ബുദ്ധിമുട്ട് വരുന്നത്. അത് തോന്നിയ എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ പലയിടത്തും, അപ്പോൾ പ്രിസൈഡിങ് ഓഫീസർമാരോട് ഞാൻ സംസാരിച്ചു, ഇങ്ങനെ വൈകിയാൽ ഒരു മിനിറ്റിലൊരു 1-2 വോട്ടൊക്കെ മാത്രമായിട്ട് ചെയ്താൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് ഈ ബീപ്പ് ശബ്ദം കേൾക്കാതെ VVPAT കൂടി ഉള്ളതുകൊണ്ട് ബീപ്പ് ശബ്ദം കേൾക്കാൻ ഇത്തിരി താമസം വരുന്നുണ്ട്. ചില മെഷീനുകളിൽ പെട്ടെന്ന് കേൾക്കുന്നുണ്ട്, ചിലതിൽ താമസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പോയ ബൂത്തിലൊക്കെ എനിക്ക് എല്ലാവിടെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത്ര സ്ലോ ആയാൽ വൈകുന്നേരം വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് കണ്ടത്, വളരെ സ്ലോ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഈ ഓപ്പൺ വോട്ട്
പിന്നെ ചെയ്യാൻ അതിൻ്റെ ഒരു ഇത് വന്നപ്പോഴുള്ളൊരു തടസ്സം തൽക്കാലം കുറച്ച് നേരം ഓപ്പൺ വോട്ട് നിർത്തി വെക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എല്ലായിടത്തും വലിയ പ്രശ്നമുണ്ട്. ഓപ്പൺ വോട്ട് നിർത്തി വെക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ. അതൊരാളിപ്പോൾ എനിക്കൊരു സഹായി വേണം വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അത് ഏത് പാർട്ടി ആയാലും അത് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള തർക്കം ചെറുതായിട്ടൊരു ആശയക്കുഴപ്പമുണ്ടാക്കി കുറച്ച് നേരം എന്നുള്ളതും തോന്നി. പിന്നെ ഈ വോട്ട് വൈകിയത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, പലയിടത്തും ഇങ്ങനെ എനിക്ക് തോന്നി സിസ്റ്റത്തിൻ്റെ ഒരു തരക്കേടാണ് പിന്നെ എന്നുള്ളതാണ്. ചിലയിടത്ത് വളരെ സ്മൂത്തായിട്ട് നടന്നിട്ടുണ്ട്, ചിലയിടത്ത് വളരെ മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത്. ഈ ഒരു വിഷയത്തിൽ LDF ഇടപെടുമോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വീഴ്ചയായിട്ടാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എവിടെ. വോട്ട് വൈകാറുണ്ട് സാധാരണ. ചിലപ്പോൾ 6 മണിക്ക് ക്യൂവിൽ നിന്നവർ 8-8:30 വരെയൊക്കെ പോകാറുണ്ട്. ഇത്ര ഒരിക്കലും വൈകിട്ടില്ല. ഞാനുണ്ടായിരുന്നു ഇവിടെ. ഞാനൊരു 10:30 കഴിഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ ക്യൂ നിന്നവർ തീരണമെങ്കിൽ എന്തായാലും 11 മണി കഴിയണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. അതെന്താണെന്നുള്ള പരിശോധിക്കാൻ പറയാം. പക്ഷേ രാവിലെ തന്നെ ആർഒമാരോടൊക്കെ പറഞ്ഞിരുന്നു, ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇത് വളരെ മന്ദഗതിയിലാണ് പോകുന്നത്, ഇടപെട്ടിട്ടില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വൈകും എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്താണെന്ന് പരിശോധിക്കട്ടെ. അവരെന്താണെന്നറിയില്ല, എനിക്കങ്ങനെ കരുതിക്കൂട്ടി ഉദ്യോഗസ്ഥരങ്ങനെ ചെയ്തു എന്നുള്ള തോന്നൽ ബൂത്ത് പോയപ്പോൾ ഉണ്ടായിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പരിചയക്കുറവോ അതെല്ലാം ഇതിനിടയായിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. പൊതുവേ അവർ പറഞ്ഞത് ഇതാണ്, ബീപ് ശബ്ദം വരുന്നത് വരെ കാത്തുനിൽക്കുന്നു. പക്ഷേ ചിലയിടത്ത് അവർ വളരെ സൂക്ഷ്മതയോടെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരാൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയാലേ അടുത്തയാളെ പേര് വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നേരം തന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് പേര് വിളിച്ചിട്ട് മഷിയൊക്കെ പുരട്ടി നിൽക്കാമല്ലോ മറ്റേ ആൾ ഇറങ്ങി പോകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ സ്പീഡാക്കണമെന്ന് പറഞ്ഞിരുന്നു. വോട്ടിംഗ് വൈകിയതുമായി ബന്ധപ്പെട്ട പ്രതികരണമായിരുന്നു കെ ശൈലജയുടേത്. ഏതായാലും UDF ആരോപിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു അട്ടിമറി എന്ന ഒരു സംശയം LDF സ്ഥാനാർത്ഥിക്കില്ല. പക്ഷേ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവോ മറ്റു കാരണങ്ങളോ ഈ സംവിധാനത്തിന്റെ പോരായ്മയാകാം ഇത്തരത്തിൽ വൈകിയതെന്നാണ് കെ ശൈലജ ടീച്ചർ അഭിപ്രായപ്പെടുന്നത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. കോട്ടയം പാലായിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് EVM-ൽ കാണിച്ചതായി പരാതി. കടനാട് പഞ്ചായത്തിലെ 25-ാം നമ്പർ ബൂത്തിൽ 4 വോട്ട് കൂടുതൽ രേഖപ്പെടുത്തിയെന്നാണ് പരാതി. LDF-ഉം UDF-ഉം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഡിഫറൻസ് ഉണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇത് വോട്ടിംഗ് മെഷീൻ്റെ ലാഗിങ്ങിൽ വന്ന പാളിച്ചയാണ്. അതുകൊണ്ട് അത് ചിലപ്പം ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്തു പോയതായിരിക്കാം. ഞങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നമ്മൾ രേഖാമൂലം പരാതി കൊടുക്കുകയും പിന്നീട് നമ്മൾ കളക്ടർക്ക് മെയിൽ പരാതി അയക്കുകയും ചെയ്തു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ടോബി, ബൂത്തിലെ പാർട്ടികളുടെ ഏജന്റുമാർക്കൊപ്പം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരും ഈ രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ എണ്ണം കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട്. അതുമായും വ്യത്യാസമുണ്ടോ ഈ മെഷീനിൽ കാണിച്ച വോട്ടുകളുടെ എണ്ണത്തിന്? തീർച്ചയായിട്ടും അതുമായി വ്യത്യാസമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെയാണ് ഈ ഒരു പരാതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. LDF, UDF. LDF ആണ് ആദ്യം ഇതുമായി രംഗത്ത് വന്നത്. ഇത്തരത്തിൽ 715 വോട്ടാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ 719 വോട്ടായിട്ടാണ് EVM-ൽ കാണിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു വ്യത്യാസമായി കാണുന്നത്. 4 വോട്ടുകൾ കൂടുതലായി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് LDF പരാതിയായിട്ട് ഉന്നയിച്ചത്. അതിനുശേഷം UDF-ഉം അതുപോലെ തന്നെ NDA-യും ഈ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും LDF പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇന്നലെ തന്നെ നടത്തി പൂർത്തിയാക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. കടനാട് പഞ്ചായത്തിൽ 715 വോട്ടുകളാണ് ഇന്നലെ പോൾ ചെയ്തത്. അതിൽ നിന്നും കൂടുതലായിട്ട് 4 എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ പ്രതിഷേധം ഉന്നയിക്കുകയും ഇത് ഒരു പരിഹാരം കാണണം എന്നുള്ള ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചു. അതിനുശേഷം ഏറെ നേരം ചർച്ച നടത്തി. പാലാ DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇത് ഈ പോളിംഗ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഴുത്ത് അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 4 എണ്ണം അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇന്നലെ പോളിംഗ് അവസാനിപ്പിച്ചത്. എന്തായാലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജോസ് കെ മാണി അടക്കമുള്ള LDF നേതാക്കൾ പറഞ്ഞൊരു കാര്യം, കാലതാമസം വോട്ട് ചെയ്യാൻ എടുത്തിരുന്നു, അത് വലിയ ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EVM മെഷീനുകൾ പരിശോധിക്കണമെന്നൊരു ആവശ്യം ജോസ് കെ മാണി അടക്കം ഉന്നയിച്ചിരുന്നു. ഇതുമായി ടോബി, പാലാ കടനാടാണ് ഇത്തരത്തിൽ പാർട്ടികളുടെയും ഒപ്പം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും കണക്കിൽ അധികം വോട്ടുകൾ മെഷീനിൽ രേഖപ്പെടുത്തിയതായി വന്നിരിക്കുന്നത്. ഏതായാലും പരാതി നൽകിയിട്ടുണ്ട് LDF. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. മെയ് 1 വരെ പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്.
കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഇന്നലെ തന്നെ പാലക്കാട് പിടിവിട്ട നിലയിൽ പൊള്ളുന്ന കാഴ്ച കണ്ടതാണ്. ഇനി മറ്റു ജില്ലകൾക്ക് വന്നിരിക്കുന്ന മുന്നറിയിപ്പ്, മുൻകരുതലുകൾ എങ്ങനെ വേണം? ഗോകുൽ, ശരിയാണ്. ഇന്നലെ പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. കർശനമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം പാലക്കാട് ജില്ല ചുട്ടുപൊള്ളുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് പാലക്കാട് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത്. 41 വരെ എത്തുന്നു പല ദിവസങ്ങളിലും. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടാണ് ആ മേഖലയിൽ രേഖപ്പെടുത്തുന്നത്. സമാനമായി തന്നെ കൊല്ലത്തും തൃശ്ശൂരിലും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ഈ 3 ജില്ലകളിലും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ 3 ജില്ലകൾ ഉൾപ്പെടെ 12 ജില്ലകളിൽ മെയ് 1 വരെ ഉയർന്ന ചൂട് തുടരാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഏതാണ്ട് 40-41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും 12 ജില്ലകളിൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ സൂര്യാഘാതം, സൂര്യതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും എന്നാണ് വ്യക്തമാക്കുന്നത്. ആരോഗ്യവകുപ്പും സമാനമായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം അടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് പാലിക്കേണ്ടതുണ്ട്. ഒപ്പം വേനൽ മഴ കൂടി സംസ്ഥാനത്ത് തുടരാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലെ മലയോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി വേനൽ മഴ ലഭിക്കും. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, അത് ഇനിയും കൂടുമെന്ന ഒരു മുന്നറിയിപ്പാണ് വരുന്നത്. മുൻകരുതലുകൾ ഉറപ്പാക്കണം, കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. തിരികെ ലൈവ് ന്യൂസിലേക്ക്. തടഞ്ഞുവെച്ച ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ് ഭേദഗതി, അബ്കാരി നിയമ ഭേദഗതി, തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടെ 5 ബില്ലുകൾക്കാണ് അംഗീകാരം നൽകിയത്. ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത് സർക്കാർ ഗവർണർ അന്തർധാരയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ ഇരുവരും തർക്കിക്കും, പിന്നാലെ മധുരം കൈമാറുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് പ്രതിരോധത്തിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ രംഗപ്രവേശം ചെയ്യാറുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ട സമാധാന കാലമുണ്ട്. അപ്പം ഇങ്ങനെ ബില്ല് ഒപ്പിട്ട് കൊടുക്കും. ഇവിടെ നിന്ന് മധുരപലഹാരം അങ്ങോട്ട് പോകും, അവിടെ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് വരും. ഇവർ തമ്മിൽ ഏർപ്പാടല്ലേ, ഒരുമിച്ചുള്ള ഏർപ്പാടല്ലേ. പി എ ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഹർത്താൽ അടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾ കണ്ടിട്ടും കുലുങ്ങാതിരുന്ന ഗവർണർ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നു. അവസാനം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട് വളരെ മുമ്പ് തന്നെ സർക്കാർ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ രാജ്ഭവന് മേൽ ചെലുത്തിയിരുന്നു. കാരണം നിയമസഭ പാസ്സാക്കുകയും വളരെ അടിയന്തര പ്രാധാന്യമുള്ളതുകൊണ്ട് സർക്കാർ നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയ ഒരു ബില്ലാണ് ഭൂപതിവ് ചട്ട ഭേദഗതി ബിൽ. സ്വാഭാവികമായും ഇത് വയനാട്ടിലെയും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെയും ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലകളിലെയും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ ബില്ലുകളിലടക്കം ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുകയാണ്. 5 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഗവർണറുടെ പരിഗണനയിലുണ്ടായിരുന്ന മുഴുവൻ ബില്ലുകളിലും ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു. 1 ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലാണ്, 2 നെൽവയൽ നീർത്തട സംരക്ഷണ ഭേദഗതി ബിൽ, 3 ക്ഷീര സഹകരണ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നിവയിലാണ് ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രതിപക്ഷം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഒരു തൽക്കാലം സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഇവർ ഈ പ്രശ്നമൊക്കെ മാറി സ്നേഹത്തിലാകുന്ന സമയത്ത് ബില്ലുകളിൽ ഒപ്പിടുകയും അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ഗവർണർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുകയും തിരിച്ചും സർക്കാരിന് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഏതായാലും ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടുന്നതോടുകൂടി ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വലിയൊരു തരത്തിൽ ആശ്വാസമാവുകയാണ്. ഇവിടെ ഈ പട്ടയപ്രകാരം പതിച്ചു നൽകുന്ന ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു ചട്ടത്തിലെ ഭേദഗതി. ഇത് ഭേദഗതി ചെയ്യുന്നതിന് സർക്കാരിന് അനുമതി നൽകിക്കൊണ്ടുള്ളതാണ് ഈ നിയമ ഭേദഗതി. ഇത്
വരുന്നതോടുകൂടി ഉണ്ടായിരുന്ന നിർമ്മാണങ്ങൾ, കെട്ടിട നിർമ്മാണങ്ങളെല്ലാം തന്നെ നിയമവിധേയമാക്കുന്നതിന് സർക്കാരിന് ശരി ഗിരീഷ്, ഏതായാലും കടുത്ത പ്രതിഷേധങ്ങൾ ഉണ്ടായ കാലത്തും സമ്മർദ്ദമുണ്ടായ കാലത്തും ഒപ്പിടാതെ വെച്ചിരുന്ന ബില്ലുകൾ കൂടി ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ ബില്ലുകളും സർക്കാർ അയച്ച എല്ലാ ബില്ലുകളിലും ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം അത് സർക്കാർ ഗവർണർ അന്തർധാര എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഹോട്ടലിൽ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. ഹോട്ടൽ തൊഴിലാളികളായ ബേബി, സിറാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ പരിക്കു ഗുരുതരമാണോ? എന്താണ് സംഭവിച്ചത്? ഗോകുൽ, ഇന്നുച്ചയ്ക്ക് 12 മണിയോടടുപ്പിച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കൊയിലാണ്ടി അരങ്ങാടത്തുള്ള ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്നത് ഈ ഹോട്ടലിലെ തൊഴിലാളികളായ ഒരു സ്ത്രീയും മറ്റൊരാളുമാണ്. ഈ ബേബി എന്ന സ്ത്രീക്ക് അല്പം ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. പൊള്ളലേറ്റ മറ്റൊരാൾ ഇതര സംസ്ഥാന തൊഴിലാളിയായ സിറാജ് എന്ന യുവാവാണ്. ഇയാൾക്കും കാലിനും ഒപ്പം തന്നെ നെഞ്ചിനും കഴുത്തിനും ഒക്കെ പൊള്ളലേറ്റിട്ടുണ്ട്. ഇയാളും നിലവിൽ ചികിത്സയിലാണ്. ഗൂഗിൾ തിരികെ വാർത്തകളിലേക്ക്. കണ്ണൂരിൽ ഊഞ്ഞാലാടുന്നതിനിടെ കൽത്തൂൺ ഇളകി തലയിൽ വീണ 14-കാരന് ദാരുണാന്ത്യം. തിരുവങ്ങാട് സ്വദേശിയായ KP ശ്രീനികേതാണ് മരിച്ചത്. തിരുവങ്ങാട് വലിയ മാടായിൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അലക്കുകളിനോട് ചേർന്ന് സ്ഥാപിച്ച കൽത്തൂണിൽ ഊഞ്ഞാൽ കെട്ടി ആടുന്നതിനിടെയാണ് അപകടം. സജോ ദേവസി ചേരുന്നുണ്ട്. സജോ, ദാരുണമായ സംഭവമാണ്, അപ്രതീക്ഷിതമായ ഒരു അപകടം. ഗോകുൽ, ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. മാതാപിതാക്കളിൽ ഒരാൾ പോളിംഗ് ഡ്യൂട്ടിക്ക് പോവുകയും ഒപ്പം അമ്മ ബോട്ടിങ്ങിനായി പോവുകയും ചെയ്തു. തറവാട്ട് വീട്ടിൽ ശ്രീനികേതനെയും സഹോദരിയെയും കൊണ്ടയാക്കി. അവിടെ അലക്കുകല്ലിനോട് ചേർന്ന് 2 കൽത്തൂണുകൾ സ്ഥാപിച്ചിരുന്നു. അത് തമ്മിൽ ബന്ധിപ്പിച്ചൊരു കയറുകൊണ്ട് തമ്മിൽ ബന്ധിപ്പിച്ചൊരു ഊഞ്ഞാല് കെട്ടി കുട്ടികൾ ആടിക്കളിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്. കൽത്തൂണുകൾ തകർന്ന് ആ സമയത്ത് ഊഞ്ഞാലാടുകയായിരുന്ന ശ്രീനികേതന്റെ തലയിലേക്ക് പതിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശ്രീനികേതനെ പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന് വളരെ വേഗത്തിൽ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായ പരിക്ക്, അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവം. അത്രയും ഉറപ്പുണ്ടായിരുന്നില്ല ഈ കൽക്കെട്ടുകൾക്ക്. അവ തുണിയും മറ്റും ഇടുന്നതിന് വേണ്ടി അലക്കുകല്ലിനോട് ചേർന്ന് സ്ഥാപിച്ചതാണ്. അതാണ് തകർന്നു വീണ് ഗുരുതരമായി പരിക്കേറ്റ് പിന്നാലെ ശ്രീനികേതൻ മരണത്തിന് കീഴടങ്ങിയത്. ദാരുണമായ സംഭവം. ഗോകുൽ. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ദുഃഖകരമായ സംഭവമാണ് കണ്ണൂരിലുണ്ടായത്. ഇതോടെ ലൈവ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.